ഓം നമോദേശ്വരി നമഃ. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് മഹാവിഷ്ണു. മഹാവിഷ്ണു സുദർശന ചക്രവും. ഒരിക്കൽ മഹാവിഷ്ണു തന്റെ ഗരുഡ വാഹനത്തിലേറി കൈലാസത്തിലെത്തി. അപ്പോൾ അവിടെ ശിവനും പാർവതിയും ഗണപതിയും ഉണ്ടായിരുന്നു. മഹാവിഷ്ണു തന്റെ സുദർശന ചക്രം ഒരു പീഠത്തിൽ വെച്ചു. എന്നിട്ട് സംസാരത്തിൽ മുഴുകി. അപ്പോൾ ഈ തക്കത്തിൽ ഗണപതി പലഹാരമാണെന്ന് കരുതി സുദർശനക്ക് വായിലിട്ട് ഭക്ഷിച്ചു. എന്നിട്ട് കളിക്കാൻ പോയി. അപ്പോൾ മഹാവിഷ്ണുവിന് പോകാനായ സമയമായി. മഹാവിഷ്ണു പീഠത്തിൽ വച്ചിരുന്ന സുദർശനം തിരിഞ്ഞു. അവിടെ എങ്ങും കണ്ടില്ല. അപ്പോൾ പാർവതി ദേവിക്ക് മനസ്സിലായി ഇത് ഗണപതിയുടെ സൂത്രങ്ങളാണ്. പാർവതി ദേവി വേഗം ഗണപതിയെ വിളിച്ചു. ഗണപതി ഓടിയെത്തി. ഗണപതി പറഞ്ഞു, അങ്ങ് കൊണ്ടുവന്ന പലഹാരം എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ആലോചിച്ചു, ഈ വയറ്റിൽ കിടക്കുന്ന സൂചക്രം എങ്ങനെ പുറത്തേക്ക് എടുക്കും? എല്ലാവരും ആലോചനയോടിരിക്കുമ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, അതിനുള്ള സൂത്രങ്ങളെല്ലാം എനിക്കറിയാം. മഹാവിഷ്ണു ഗണപതിയെ കൂട്ടി പുറത്തേക്ക് വന്നു. മഹാവിഷ്ണു കാൽ രണ്ടും മാറ്റി ചെവിയിൽ പിടിച്ച് ഏട്ടമിടാൻ തുടങ്ങി. അപ്പോൾ ഗണപതി കുലുങ്ങി ചിരിച്ചു. അപ്പോൾ വയറ്റിക്കിരുന്ന സുദർശനം വായിന്ന് പുറത്തേക്ക് വന്നു. മഹാവിഷ്ണു സുദർശനം എടുത്ത് ഗരുഡവാഹനത്തിലേറി